മഴ ശക്തമായതോടെ കെ.എസ്.ടി.പി. റോഡരികിൽ പഴയങ്ങാടി താവം ദാൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ജനങ്ങൾ ദുരിതത്തിൽ. ദിവസവും നിരവധി പേർ കടന്നുപോകുന്ന റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. മഴ ശക്തമായാൽ പഴയങ്ങാടി താവം ദാലിൽ പ്രദേശവാസികൾ സഞ്ചരിക്കേണ്ടത് ഈ വെള്ളക്കെട്ടിലൂടെയാണ്. ദാലിൽ റോഡിലും കെ.എസ്.ടി.പി. റോഡരികിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പലപ്പോഴും വെള്ളം തെറിക്കുന്നത് ഒഴിവാക്കാൻ വാഹനം വെട്ടിക്കുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡരികിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഓവുചാലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. ഇതിന് തൊട്ടടുത്തായാണ് ബസ് സ്റ്റോപ്പും ഉള്ളത്. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദുരിതത്തിലാവും. കാൽനട യാത്രക്കാർക്ക് ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിൽ ഡിവൈഡറോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയാൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ വീഴാതെ യാത്ര ചെയ്യാമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. താവത്തെ ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വിവിധ അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. കെ.എസ്.ടി.പി. റോഡിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ട് താവം ദാലിൽ പ്രദേശത്തെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ ടൂ വീലറുമായിട്ട് വരുന്നവർ ഇപ്പോൾ വാഹനങ്ങൾ വരുമ്പം യാത്രഭാഗത്തു നിന്ന് കയറി വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വെള്ളം തെറിക്കുമെന്നുള്ള ആദിയിൽ ടൂ വീലറുകാർ അങ്ങ് പാഞ്ഞു കയറുവാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു അപകടം ഇവിടെ പതിയിരിക്കുന്നത്. അപകടം നടന്നതിന് ശേഷം നമ്മൾ വിലപിക്കുന്നതിനേക്കാൾ മുന്നേ അതിനൊരു അടിയന്തരമായ ഒരു പരിഹാരം കാണുക. ഒന്നിക്കൽ ഓവുചാല് നിർമ്മിച്ചിട്ട് ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം, ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ഡിവൈഡർ വെച്ചിട്ട് വാഹനത്തിൻ്റെ സ്പീഡ് കുറക്കുന്നതെങ്കിലും തൽക്കാലം ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കാലവർഷം കൂടുതൽ ശക്തമായാൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന സാഹചര്യമുണ്ടാകും. താവത്ത് കെ.എസ്.ടി.പി. റോഡരികിൽ പ്രഭാത് ഓയിൽ മില്ല് വരെ ഓവുചാൽ നിർമ്മിച്ചാൽ ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവും. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.